ട്രിഗ്നോമെട്രിക് ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ് ഇത്. നോക്കിയേ, നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ തരും. ആ ട്രയാങ്കിളിന്റെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. എ ബി സി ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. എ ബി സി ഒരു മട്ട ത്രികോണമാണ് എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഇനി ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, ആംഗിൾ സി ഈക്വൽ ടു 30 ഡിഗ്രി. ആംഗിൾ സി ഈക്വൽ ടു എത്രയാണ്? 30 ഡിഗ്രി. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി. എ ബിയുടെ നീളം കാണുക. എ ബി ഇതല്ലേ? എ ബിയുടെ നീളം കാണുക. എടാ, ഇങ്ങനെ ഒരു സൈഡ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നീളം കണ്ടുപിടിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അവിടെ നിങ്ങൾ നോക്കേണ്ടത്, അവിടെ നമുക്കൊരു ആംഗിൾ തന്നിട്ടുണ്ട് അല്ലെ, 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത ആംഗിൾ എത്രയാണെന്ന് നോക്കണം. അടുത്ത ആംഗിൾ എത്രയാണ്? ഈ 3 ആംഗിൾ കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി വരണം അല്ലെ. നമുക്കറിയാം ഒരു ട്രയാംഗിളിന്റെ 3 ആംഗിൾസും കൂടി കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. ഇവിടെ ഒരു 90 ഉണ്ട്, ഒരു 30 ഉണ്ട്. അപ്പൊ 90ഉം 30ഉം കൂടി കൂട്ടുമ്പോ എത്ര വന്നു? 120 വന്നു. അതായത് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 120. ബാക്കി എത്ര കൂടി വന്നാൽ മതി? അതിനുവേണ്ടി 180 നിന്ന് 120 കുറച്ചാൽ പോരെ? 180 നിന്ന് 120 കുറയ്ക്കണം. അപ്പൊ എത്ര ഡിഗ്രി എന്ന് വരും? 60 ഡിഗ്രി എന്ന് വരും. അപ്പൊ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. ഇനി ഈ ആംഗിൾ ഒന്ന് നോക്കിയേ. നമ്മളിത് 30, 60, 90 ആണ്. നമ്മൾ ഈ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്ത് ആദ്യം തന്നെ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തൊക്കെയായിരുന്നു? 30, 60, 90 ആണെങ്കിൽ അതിന്റെ ആംഗിൾസ് 30, 60, 90 ആണെങ്കിൽ അതിന്റെ സൈഡുകളുടെ റേഷ്യോ എന്തായിരുന്നു? 1:√3:2 ആണ്. അല്ലെങ്കിൽ വേറൊന്നും കൂടി ഉണ്ടായിരുന്നു. ഏതാണ്? 45, 45, 90 ആണെങ്കിൽ, ആംഗിള് 45, 45, 90 ആണെങ്കിൽ റേഷ്യോ എന്തായിരുന്നു? 1:1:√2 ആയിരുന്നു. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ പറഞ്ഞിട്ടുള്ള ആംഗിൾ ഏതാണ്? 30, 60, 90 അല്ലേ? 30, 60, 90 അല്ലേ? അപ്പൊ അതിന്റെ സൈഡുകളുടെ റേഷ്യോ എന്തായിരിക്കും? 1:√3:2 അല്ലെ? അപ്പൊ 1:√3:2 ആണ് നമുക്കറിയാം. ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണ്? റേഷ്യോ ചെയ്യാൻ സംശയമുള്ളവരൊക്കെ ഇതേ ശ്രദ്ധിച്ചു. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ആംഗിൾ അങ്ങോട്ട് എടുത്ത് എഴുതുക. 30, 60, 90. ഇനി വേണ്ടത് ഈ 30, 60, 90ന്റെ റേഷ്യോ, അംശബന്ധം ഏതാണെന്ന് താഴെ എഴുതുക. എന്താണ്? 1:√3:2. ഇത് കാണാതെ പഠിക്കേണ്ടത്. ഇനി നമ്മൾ നോക്കേണ്ടത്, നമുക്ക് ഒരു സൈഡ് ഇവിടെ തന്നിട്ടുണ്ടായിരിക്കും. ഉറപ്പായിട്ടും ഒരു സൈഡ് തന്നിട്ടുണ്ടാവും. ഏതാ തന്നിട്ടുള്ള സൈഡ്? 12 സെന്റിമീറ്റർ അല്ലേ? ഈ 12 സെന്റിമീറ്റർ ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആണ് കിടക്കുന്നത് നോക്കുക. ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത്? ഇത് 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് കിടക്കുന്നത്. അപ്പൊ നേരെ ഈ 90ന്റെ താഴെ കൊണ്ടുവന്ന് ആ 12 അങ്ങോട്ട് എഴുതുക. കേട്ടല്ലോ? 90ന്റെ താഴെ കൊണ്ടുവന്ന് ആ 12 എഴുതുക. ഇനി ആ ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു നമ്പർ ആവശ്യമുണ്ട്. ആ നമ്പറിന് വേണ്ടി ഇവിടെ എഴുതിയ നമ്പറിന്റെ തൊട്ട് മേളിൽ കിടക്കുന്ന റേഷ്യോ ഏതാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 12നെ അതിന്റെ തൊട്ട് മേളിൽ കിടക്കുന്ന റേഷ്യോ എത്രയാണ്? 2. ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6 എന്നും പറഞ്ഞ ഒരു നമ്പർ കിട്ടും. ഈ നമ്പറാണ് നമുക്ക് വേണ്ടത്. ഈ 6 എന്ന് പറയുന്ന നമ്പറിനെ ഇവിടെ കാണുന്ന എല്ലാ നമ്പറുകൾ കൊണ്ട് ഇൻഡു ചെയ്ത് താഴെ എഴുതുക. 6 × 1 6, 6 × √3 6√3, 6 × 2 12 ആയിരിക്കും. കേട്ടല്ലോ? അപ്പൊ നമ്മൾ ചെയ്തത് എന്താണ്? ആദ്യം ആംഗിൾ എഴുതി, റേഷ്യോ എഴുതി. ഇനി ഒരു സൈഡ് തന്നിട്ടുണ്ടാവും, അത് 90 ഡിഗ്രിയുടെ നേരെ ആയതുകൊണ്ട് 90 ഡിഗ്രിയുടെ നേരെ ആ സൈഡ് എഴുതി. അതിന്റെ തൊട്ട് മേളിൽ കിടക്കുന്ന നമ്പർ ഏതാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതി. അതുകൊണ്ട് എല്ലാത്തിനെയും ഗുണിച്ചെഴുതുക. ഇത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കിയേ, 30ന്റെ നേരെ കിട്ടിയ നമ്പർ 6 ആണ്. അപ്പൊ 30 ഡിഗ്രിയുടെ നേരെ 6 എന്ന് എഴുതുക. 60 ഡിഗ്രിയുടെ നേരെ കിടക്കുന്ന നമ്പർ 6√3 ആണ്. അപ്പൊ 60 ഡിഗ്രിയുടെ നേരെ 6√3 എഴുതുക. 90ന്റെ നേരെ 12 ആണ്, അതായിരിക്കും 90ന്റെ നേരെ 12. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? എ ബിയുടെ നീളം കാണുക എന്നല്ലേ? എ ബിയുടെ നീളം എത്രയാണ്? എ ബി ഇതല്ലേടാ, ഇതേ കിടക്കുന്നു. എത്രയാണ്? 6 സെന്റിമീറ്റർ. എ ബി ചോദിച്ചാലും ബി സി ചോദിച്ചാലും എ സി ചോദിച്ചാലും എല്ലാം ഈ മെത്തേഡ്. അപ്പൊ 30, 60, 90 വന്നാൽ റേഷ്യോ എടുക്കണം. 45, 45, 90 വന്നാലും എന്തെടുത്തോളണം? റേഷ്യോ ഉപയോഗിച്ച് ചെയ്തോളണം. റേഷ്യോ ഉപയോഗിച്ച് ചെയ്യാൻ ഒരു ചോദ്യം വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.